ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് പാലക്കയുടെ കളക്ഷൻസ്, അതേപോലെ കോറലിൻ്റെ കളക്ഷൻസ്, അങ്ങനെ കുറച്ച് ബാംഗിൾസ് അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഗീവ് അവേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആർക്ക് വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോയിൽ കാണുന്ന ഹൈപ്പ് എന്ന ഓപ്ഷൻ അവൈലബിൾ ആണ്, അത് പ്രസ് ചെയ്യുക. അത് കൂടാതെ നമ്മുടെ വീഡിയോസ് സ്റ്റാറ്റസ് ആക്കി വെക്കുക കേട്ടോ. വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ഷെയർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയക്കണേ. അത്രയേ ഉള്ളൂ. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 2 പേർക്കാണ് നമ്മൾ ഗോൾഡ് പ്ലേറ്റഡിൻ്റെയും ഫാൻസി ഓർണമെൻറ്റ്സ് ഒക്കെ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എല്ലാവർക്കും ഒന്നും കൂടി വെൽക്കം ടു ജിംഗിൾ ബെൽസ് കളക്ഷൻ. ഇന്ന് നമ്മൾ കുറേ സ്റ്റോൺസിൻ്റെ കളക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക കേട്ടോ. ഇതാണ് വരുന്നത്, ഷോർട്ട് ചെയിൻ്റെ മോഡലിൽ വരുന്ന ഐറ്റം ആണ്. 6 പിടിയുടെ ഷോർട്ട് ചെയിൻ ആണ്. ഇതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ലോക്കറ്റാണ്. അതിൻ്റെ ഉള്ളിൽ കണ്ടോ ഒരു സ്റ്റോൺസ്, ഒരു അത്യാവശ്യം ഒരു മീഡിയം സൈസ് വൈറ്റ് സ്റ്റോൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ചുറ്റുമായാലും ഒരു കുഞ്ഞു ഹാർട്ട് ഷേപ്പിൽ വരുന്ന വൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ട് വരുന്ന ഒരു ലോക്കറ്റാണ്. ഇങ്ങനെയാണ് അതിൻ്റെ മാലയുടെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇത്രയാണ്. 6 പിടിയിലാണ് വരുന്നത്. 6 പിടി എന്ന് പറയുമ്പോൾ 18 ഇഞ്ചാണ്. ഇതാണ് കേട്ടോ കൊളുത്ത് വരുന്നത്. ഇതെല്ലാം ഗോൾഡ് പ്ലേറ്റഡിലാണ് വരുന്നത്. ഇപ്പോൾ വലിയവർക്കും മക്കൾക്കും ഒക്കെ ഒരേപോലെ ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഐറ്റംസും കൂടിയാണ്. വൈറ്റ് സ്റ്റോൺസ് നമ്മൾ എന്നും നമ്മുടെ വീഡിയോയിൽ ക്ലാരിറ്റി വരാറില്ല. അപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. എന്തായാലും ഗോൾഡ് പ്ലേറ്റഡിൻ്റെ 6 പിടിയുടെ മാല കേട്ടോ. വേർത്താണ്. ഇങ്ങനെയാണ് കേട്ടോ പോകുന്നത്. ഇനി ഇതിൻ്റെ തന്നെ സെയിം പാറ്റേണിൽ വരുന്ന അടുത്ത ലോക്കറ്റ് നമുക്ക് കാണാം. ഇതാണ് കേട്ടോ പിന്നെ വരുന്നത്. ഇതാണ് ലോക്കറ്റ് വരുന്നത്. ലോക്കറ്റ് ഇപ്പോൾ നമുക്ക് വേറെ ഉണ്ടെങ്കിൽ നമുക്ക് അതും ഇടാനായിട്ട് പറ്റും കേട്ടോ. ഇത് മാറ്റി വെച്ചിട്ട് അതും ഇടാം. വൈറ്റ് ലോക്കറ്റാണ്. വൈറ്റ് ലോക്കറ്റ് ആകുമ്പോൾ എല്ലാത്തിൻ്റെ കൂടി ബ്ലെൻഡായി പൊക്കോളും. ചെയിൻ ഇതേ തന്നെ സെയിം പാറ്റേണിൽ വരുന്ന ചെയിനാണ്. അത്യാവശ്യം ചെറിയൊരു ഷൈനിങ് ഉണ്ടോ ആ ചെയിനിൽ, ചെറിയൊരു ഷൈനിങ് കൂടി ഉണ്ട്. ഇങ്ങനെയാണ് കൊളുത്ത് വരുന്നത്. ഇനി അഥവാ കൊളുത്ത് ഇത്തിരിയും കൂടി നീളം വേണം എന്നുള്ളവർക്ക് നമ്മൾ അതും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഇത്ര നീളം പോരാ, ഒരു 7 പിടിയോളം ആക്കണം എന്നുള്ളവർക്ക് നമ്മളിത് ഈ ഒരു ചെയിൻ എക്സ്ട്രാ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ ആയിട്ട് നമുക്കിത് ജസ്റ്റ് കണ്ണികൾ ഇതിൻ്റെ കൂടെ ആഡപ്പ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. നിങ്ങളത് നമ്മളുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ചെയ്തു തരും കേട്ടോ. അതിങ്ങനെ ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ചും കൂടി ഇത് ഇത്രയും നീളം കൂടി മാലയ്ക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിന് ജസ്റ്റ് 90 റുപ്പീസേ വരുന്നുള്ളൂ. ഗോൾഡ് പ്ലേറ്റഡിൻ്റെ തന്നെ കണ്ണികളുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നെക്ലസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇടാനായിട്ട് പറ്റും കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ വരുന്ന. ആവശ്യത്തിന് തന്നെ കണ്ണികൾ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഏകദേശം ഒരു 15 കണ്ണികളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ നല്ല മഴയാട്ടോ. അപ്പോൾ സൗണ്ടിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഇതാണ് വരുന്നത്. 90 റുപ്പീസേ വരുന്നുള്ളൂ കേട്ടോ ഐറ്റം. ഈ 2 ഐറ്റമാണ് കേട്ടോ നമ്മളപ്പോൾ കണ്ടത്. ഇതിൻ്റെ ലുക്ക് വൈസും കൂടി നമുക്ക് കാണാം. വിയർ ചെയ്ത് കഴിയുമ്പോൾ അത് ഇങ്ങനെ ഒരു ലുക്കാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഇതാണ് അതിൻ്റെ ക്ലോസർ വ്യൂ. ഇനി വേറെ ലോക്കറ്റ്സ് വേണം ആ മാലയുടെ കൂടെ ഇടാനുള്ളവർക്ക് ഇതും കൂടി ചൂസ് ചെയ്യാം കേട്ടോ. ഇതാണ് ലോക്കറ്റ് വരുന്നത്. ഒന്ന് റൂബി സ്റ്റോൺസ് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒന്ന് പേർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. സിമ്പിളായിട്ട് വരുന്ന 6 പിടിയിലെ ചെയിനുകളിലൊക്കെ ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ലോക്കറ്റ്സ് ആണ്. ജസ്റ്റ് 90 റുപ്പീസേ വരുന്നുള്ളൂ. നല്ല അഫോർഡബിൾ പ്രൈസാണ്. അതിൻ്റെ ഹുക്ക് ഉണ്ടോ, ആവശ്യത്തിന് തന്നെ വലിയ ഹുക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് വലിയ മാലകളുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയും ഇടാനായിട്ട് പറ്റുവേ. റൂബി വേണ്ടവർക്ക് റൂബി ചൂസ് ചെയ്യാം. പർപ്പിൾ വേണ്ടവർക്ക് പർപ്പിൾ ചൂസ് ചെയ്യാം കേട്ടോ. 90 റുപ്പീസാണ് ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ലോക്കറ്റ്സ് ആണ് വരുന്നത്. ഇതാണ് പാറ്റേൺ വരുന്നത്. ഒരു ജസ്റ്റ് ഒരു സ്റ്റാർ ഷേപ്പ്, അതിൻ്റെ നടുക്കാണ് സ്റ്റോൺസ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ പാറ്റേൺ വരുന്നത്. ഇനി നമുക്കൊരു അഡ്ജസ്റ്റബിൾ റിങ് കണ്ടാലോ. ഇതാണ് വരുന്നത്. വൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള റിങ് ആണ് വരുന്നത്. ജസ്റ്റ് ഒരു ഫ്ലവർ ഷേപ്പ്, അതിൻ്റെ നടുക്ക് വൈറ്റ് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ലീഫിൻ്റെ ഷേപ്പ് പോലെയാണ് വന്നിരിക്കുന്നത്. ആണ് ഇത് ഇത്ര വീതിക്കാണ് കേട്ടോ പോകുന്നത്. ഇനി ഇത് കാണിച്ചു തരാം ഇതിൻ്റെ ക്ലോസർ വ്യൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. ഇത്ര വീതിക്ക് പോകുന്ന ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ബാംഗിൾസ് ആണ്. ജസ്റ്റ് 110 വരുന്നുള്ളൂ. നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്. കണ്ടില്ലേ, വൈറ്റ് സ്റ്റോൺസ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ കൂടി വെയർ ചെയ്യാനായിട്ട് സാധിക്കുമേ. ഇതാണ് കേട്ടോ ഐറ്റം എന്ന് പറയുന്നത്.
ഇനി നമുക്ക് കോയിൻ ബാംഗിൾസ് കാണാം അല്ലേ. ലക്ഷ്മി ദേവിയുടെ കോയിൻ വന്നിട്ടുള്ള 3 ലെയറിന്റെ ബാംഗിൾസ് ആണ്. ഇങ്ങനെ സിക്സാഗിൽ പോകുന്ന പാറ്റേൺ ആണ്. ഒത്തിരി ഭംഗിയാണ് ഈ പാറ്റേൺ കാണാനായിട്ട് തന്നെ. ഇങ്ങനത്തെ പാറ്റേണിലാണ് വരുന്നത്. ഇടയിലാണ് കാശ് കൊടുത്തിരിക്കുന്നത്. ഒത്തിരി ബ്യൂട്ടിഫുൾ ആട്ടോ. ഈ ഡിസൈൻ വരുമ്പോൾ തന്നെ ആ ബാംഗിൾസിനെ ഒത്തിരി ഹൈലൈറ്റിംഗ് ആയിട്ട് കാണിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള പാറ്റേണിൽ വരുന്ന കോയിൻ ബാംഗിൾസ് ആണ് കേട്ടോ. ഇതാണ് വരുന്നത്. കണ്ടില്ലേ, ആവശ്യത്തിന് തന്നെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 2-4 എന്ന സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പോൾ 2-4 ആര് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുക. ബാംഗിൾസ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും സൈസ് എടുത്തിരിക്കണം. സൈസ് എടുത്തിട്ട് വേണം നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ടാണ്. സൈസ് ഇഷ്യൂസ് വരാതിരിക്കാനാണ് നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്നത് എല്ലാവരോടും. അപ്പോൾ ജസ്റ്റ് മെഷർ ചെയ്യേണ്ട എങ്ങനെയാണെന്നും കൂടി കാണിച്ചു തരാം. ന്യൂ കസ്റ്റമേഴ്സ് ഉണ്ട്, ഒത്തിരി പേര് പുതിയതായി കാണുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയും കൂടിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സെന്റർ ടു സെന്റർ മെഷർമെന്റ് നമ്മുടെ കറക്റ്റ് സൈസുള്ള ഒരു ബാംഗിൾ എടുത്ത് നോക്കേണ്ടത്. ഇത് ജസ്റ്റ് 5.8 5.9 സെന്റിമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ അത് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ചൂസ് ചെയ്യാം കേട്ടോ. 2-4 ആണ് സൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ 5.8ഉം 5.9 ഉള്ളവർക്ക് ചൂസ് ചെയ്യാം. 220 അത്രേ വരുന്നുള്ളൂ. ഒരെണ്ണത്തിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഗോൾഡ് പ്ലേറ്റഡിന്റെ ബാംഗിൾസ് ആണ്. നല്ല അഫോർഡബിൾ പ്രൈസും കൂടിയാണ്. അപ്പം ഇനി ഓണമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതൊക്കെ പർച്ചേസ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 2-4 ഉള്ളവർ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തുള്ളൂ കേട്ടോ. ഗോൾഡ് പ്ലേറ്റഡിന്റെ ബാംഗിൾസ് ആണ്. 6 ആക്ട് പാറ്റേണിൽ വരുന്ന ബാംഗിൾസ് ആണ്. കയ്യിൽ വിയർ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഒരു ലുക്കാണ് കേട്ടോ നമുക്ക് തരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലുക്കാണ്. ഇനി നമുക്ക് വൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള തന്നെ ഗോൾഡ് പ്ലേറ്റഡിന്റെ ഓപ്പൺ ബാംഗിൾസ് കാണാം. കുറച്ചും കൂടി സ്റ്റോൺ വർക്ക്സ് വരുന്ന, കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള മോഡൽസ് വരുന്ന ബാംഗിൾസ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഈ 3 പാറ്റേൺസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് കംപ്ലീറ്റ് വൈറ്റ് സ്റ്റോൺസ് ആണ് കേട്ടോ. ഇതിലെല്ലാം ഹൈലൈറ്റ് ആയി വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാത്തിൻ്റെ കൂടി മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇടാനായിട്ട് പറ്റും. അതിൻ്റെ ഒരു ഷൈനിങ് കണ്ടില്ലേ ആ സ്റ്റോൺസിന്റെ, അത് തന്നെയാണ് അതിന്റെ പ്രത്യേകത. ഇങ്ങനെയാണ് അതിന്റെ ഡിസൈൻ വരുന്നത്. ഇങ്ങനത്തെ പാറ്റേണിലാണ് അത്യാവശ്യം തിക്നെസ്സിൽ വരുന്ന ബാംഗിൾസ് ആണ്. ഇങ്ങനെ ചെറിയൊരു വീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയും ഇവിടെയും ഈ ഡിസൈൻ തന്നെയാണ് കേട്ടോ വരുന്നത്. നടക്ക് ഈ വൈറ്റ് സ്റ്റോൺസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ ഓപ്പൺ ചെയ്യേണ്ടത് മിക്കവർക്കും കൺഫ്യൂഷനാണ്. ജസ്റ്റ് ഇതിന്റെ സൈഡ് കണ്ടോ, ഇതിന്റെ സൈഡിൽ ഇങ്ങനെ നമ്മൾ താഴേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ ഇത് കംപ്ലീറ്റ്ലി ഫുള്ളി ഓപ്പൺ ആവും. എന്നിട്ട് നമുക്ക് വെയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതെങ്ങനെ ഇട്ട് വെയർ ചെയ്യാം കേട്ടോ, അത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെ കൊടുത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ്ഡ് ആയിട്ടോ. കണ്ടോ, കയ്യിൽ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. കയ്യിൽ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. അപ്പോൾ 350 ആണ് ഗോൾഡ് പ്ലേറ്റഡിന്റെ സ്റ്റോൺ ബാംഗിൾസ് ആണ് വരുന്നത്. ഇതാണ് ആദ്യത്തെ പാറ്റേൺ. ഇനി നമുക്ക് അടുത്ത പാറ്റേൺസ് കാണാം. അടുത്ത പാറ്റേൺസ് ഇതാണ് കേട്ടോ. ഒരു ലീഫിന്റെ പാറ്റേൺ ആണ് വരുന്നത്. അതിന്റെ ഉള്ളിലെല്ലാം സ്റ്റോൺ വർക്ക്സ് ആണ്. നിങ്ങൾക്ക് ക്ലോസർ വ്യൂ കാണുമ്പോൾ അറിയാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് ഈ പാറ്റേൺ ആണ് കേട്ടോ. ഈ പാറ്റേണിന്റെ ഉള്ളിലും സ്റ്റോൺ വർക്ക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും വൈറ്റ് സ്റ്റോണിന്റെ വർക്ക്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇങ്ങനത്തെ വീതിക്കാണ് പോകുന്നത്. ഗോൾഡ് പ്ലേറ്റഡിന്റെ ബാംഗിൾസ് ആണ്. ഇനി നമുക്ക് ഇതിന്റെ വെയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്കും കൂടി നമുക്ക് കാണാം. കയ്യിൽ ഇത് വെയർ ചെയ്ത് വരുമ്പോൾ ഇത് ഇങ്ങനെ ഒരു ലുക്കാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഇത് 2-4 2-6കാർക്കൊക്കെ ധാരാളം യൂസ് ചെയ്യാനായിട്ട് പറ്റുവേ. നെക്സ്റ്റ് പാറ്റേൺ ഇതാണ് കേട്ടോ. ലീഫിന്റെ പാറ്റേണിൽ വരുന്ന ബാംഗിൾസ് ഇങ്ങനെയാണ് വരുന്നത്. കയ്യിൽ വെയർ ചെയ്ത് കഴിയുമ്പോഴുള്ള ലുക്ക്. അപ്പോൾ 350 വരുന്നുള്ളൂ. വളരെ അഫോർഡബിൾ പ്രൈസ് ആണ്. അപ്പോൾ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഡെലിവറി അവൈലബിൾ ആണ്. ഇനി നമുക്ക് റൂബി സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഹാങ്ങിങ് ഇയറിംഗ്സ് കണ്ടാലോ. ഇത് ഫിക്സഡ് ആണ് ഈ ഹാങ്ങിങ്സ് എന്ന് പറയുന്നത്. ഇതിൽ റൂബി സ്റ്റോൺസ് ആണ് വെച്ചിരിക്കുന്നത്. കുഞ്ഞു ഫ്ലവറിന്റെ ഷേപ്പിലൊക്കെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. താഴെ ഗുങ്കുറൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഇതേ സ്ക്രൂസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗോൾഡ് പ്ലേറ്റഡിന്റെ ഇയറിംഗ്സ് ആണ്. ജസ്റ്റ് 240 വരുന്നുള്ളൂ. നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്. പർച്ചേസ് ചെയ്ത് നോക്കുക. നല്ല ബ്യൂട്ടിഫുൾ ആണ്. കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ടും, നല്ല ഭംഗിയാണ് കാണാനായിട്ടും. ഇനി വരുന്നത് നമ്മുടെ മുന്തിരിക്കൊലയുടെ ഡിസൈനിൽ വരുന്ന ഇയറിംഗ്സ് ആണ്. ഇത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഇത് സ്റ്റഡായിട്ടും അതേപോലെ തന്നെ ഹാങ്ങിങ് ഐൻസിലും ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ്. ഗ്രീൻ കളറിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഗോൾഡ് പ്ലേറ്റഡിന്റെ ആണ്. ബാക്കിൽ സ്ക്രൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കുക, നല്ല രസമില്ലേ കാണാനായിട്ട്. ജസ്റ്റ് 140 അത്രേ വരുന്നുള്ളൂ. നല്ല അഫോർഡബിൾ പ്രൈസും കൂടിയാണ്. അപ്പോൾ പർച്ചേസ് ചെയ്ത് നോക്കുക കേട്ടോ. ക്രിസ്റ്റൽസ് ആണ് വരുന്നത് കംപ്ലീറ്റ് താഴേക്ക്. ഇനി നമുക്ക് ഓണമൊക്കെ വരാറായി അല്ലേ. അപ്പോൾ പാലക്കയുടെ വളകൾ കണ്ടാലോ. അത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന പാലക്കയുടെ വളകൾ കണ്ടാലോ.
പാലക്കയുടെ ബാംഗിൾസ് നിങ്ങൾ പുറത്തുപോയി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മിനിമം 1200 എബോ അല്ലെങ്കിൽ 1000 എബോ എങ്കിലും മിനിമം വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ പാലക്കയുടെ ബാംഗിൾസ് പറഞ്ഞാൽ. കാരണം ഒത്തിരി റേറ്റ് വരുന്ന ഐറ്റം കൂടിയാണ് പാലക്കയുടെ ബാംഗിൾസ്. അപ്പോൾ നമ്മളത് ഓണം പ്രമാണിച്ച് മുൻകൂട്ടി തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഓണം ആകുമ്പോൾ ഇനിയും റേറ്റ് കൂടാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ കൊണ്ടുവരികയാണ് കസ്റ്റമേഴ്സിന് പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ. നല്ല അഫോർഡബിൾ ബഡ്ജറ്റ് പ്രൈസിനും കൂടിയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അത് വിത്തും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പാറ്റേണിൽ വരുന്ന പാലക്കയാണ്. ഒരു പാലക്ക, അതിൻ്റെ ഇടയിൽ ഒരു റൂബി സ്റ്റോൺസ് എന്നിങ്ങനെ പാറ്റേണിലാണ് കേട്ടോ ഈ പാലക്ക വരുന്നത്. കംപ്ലീറ്റ് കണ്ടോ, അങ്ങനെയാണ് വരുന്നത്. 2 ബാംഗിൾസിന്റെ ഇടയിലാണ് ഈ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ കംപ്ലീറ്റ് പാറ്റേൺ പോകുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് പാലക്കയുടെ ബാംഗിൾസ്. ഇടയിൽ റൂബി സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ്. അത്യാവശ്യം നല്ല ഒറ്റ ഇൻവെസ്റ്റ്മെന്റിൽ ലൈഫ് ലോങ് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. 850 ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല ബഡ്ജറ്റ് പ്രൈസ് ആണ്. നിങ്ങൾ പർച്ചേസ് ചെയ്യുക. 2.6 എന്ന സൈസാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. 2.6 എന്ന് പറയുമ്പോൾ 6.3 6.4ന്റെ അടുത്ത് തന്നെ ഡയമീറ്റർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അളന്ന് നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പർച്ചേസ് ചെയ്യുക. ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ഇത് ലൈഫ് ലോങ് യൂസ് ചെയ്യാനായിട്ട് പറ്റുവേ. അതുകൂടാതെ റീപ്ലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ നമ്മൾ എന്നും യൂസ് ചെയ്യാറില്ല, ഒക്കേഷണലി ഒക്കെ അല്ലേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഒത്തിരി കാലം നമ്മുടെ അടുത്ത് അത് കിടക്കും ചെയ്യുവേ. ഇതാണ് കേട്ടോ വരുന്നത്. അപ്പോൾ പാലക്കയുടെ ബാംഗിൾസിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേണിൽ വരുന്ന ബാംഗിൾസ് ആണ്. അപ്പോൾ പർച്ചേസ് ചെയ്തോളാം. നല്ല ബഡ്ജറ്റ് പ്രൈസ് ആണ്. ഓണത്തിന് നമുക്ക് മുൻകൂട്ടി തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുവേ. ഇതാണ് കേട്ടോ പോകുന്നത്. ഇതിന്റെ ഈ സൈഡ് കണ്ടോ, എത്ര തിക്നെസ്സിലാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ. അതിന്റെ ഇടയിലും ഓരോ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് കണ്ടോ. അത്രയും തിക്നെസ്സിലാണ് ആ ബാംഗിൾസ് വരുന്നത്. ഇതാണ് അതിന്റെ ക്ലോസർ വ്യൂ എന്ന് പറയുന്നത്. 2.6 പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. 2.4 ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പാലക്കയുടെ ബാംഗിൾസ് കാണിച്ചു അല്ലേ. അപ്പൊ പാലക്കയുടെ മാലയും കമ്മലും കൂടി നമ്മൾ കാണിക്കേണ്ടത്. ഇത് പാലക്കയുടെ ജിമുക്കയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ കളർ ജുമുക്കയാണ് വന്നിരിക്കുന്നത്. താഴെ കണ്ടോ ഇത്ര ഗുങ്കുറൂസും ആവശ്യത്തിന് തന്നെ വലിപ്പം വരുന്ന ജുമുക്കയാണ്. ഗോൾഡ് പ്ലേറ്റ് ഉണ്ട്. ഇവിടെ റൂബി സ്റ്റോൺസ് ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. നല്ല ഭംഗിയില്ലേ. താഴെ ഗുങ്കുറൂസ് ഒക്കെ വരുമ്പോൾ ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഇടാനായിട്ടും പറ്റും കേട്ടോ. അതൊക്കെ കണ്ടോ സെപ്പറേറ്റ് ചെയ്ത് ഇടാനും പറ്റും. ബാക്കിൽ സ്ക്രൂസ് ആണ് കൊടുത്തിരുന്നത്. അപ്പൊ ഗ്രീൻ കളർ പാലക്കയുടെ ജുമുക്കയാണ്. അതിന് വളയ്ക്ക് മാച്ചിങ് ആയിട്ട് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ടില്ലേ എല്ലാം മാച്ചിങ് ആണ്. അപ്പൊ ഓണത്തിന് മുൻകൂട്ടി തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുവേ. അപ്പൊ ഇതാണ് വരുന്ന ഐറ്റം എന്ന് പറയുന്നത്. അപ്പൊ 720 വരുന്നുള്ളൂ. ഫ്രീ ഷിപ്പിംഗിനാണ് നമ്മളിത് കൊടുക്കുന്നത്. നല്ല ബഡ്ജറ്റ് പ്രൈസ് ആണ്. പർച്ചേസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത്ര വട്ടം ഉണ്ട് ഉള്ളിൽ കണ്ടോ. ഇത്ര വട്ടം വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ടൊക്കെ. നിങ്ങൾക്ക് അത് കൈ കിട്ടുമ്പോൾ അറിയാൻ പറ്റും. നമ്മുടെ ഗോൾഡിന്റെ അതേ ഫിനിഷിംഗിൽ വരുന്ന തന്നെ പാലക്കയുടെ ജുമുക്കയാണ് കേട്ടോ. ഇനി നമ്മൾ കാണിക്കുന്നത് പാലക്കയുടെ മാലയാണ്. മാലയ്ക്കും സെയിം ഗ്രീൻ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള പാറ്റേണിൽ വരുന്ന മാലയാണ്. 350 വരുന്നുള്ളൂ. ഷോർട്ട് ചെയിൻ ആണ്. 6 പിടിയുടെ മാലയാണ്. 6 പിടി പറയുമ്പോൾ നമ്മുടെ കയ്യിൽ എന്നും 18 ഇഞ്ചാണ് വരുന്നത്. ഈ പാറ്റേൺ ആണ്. ഇത് ഇത്ര തിക്നെസ് ആണ് അതിന്റെ ചെയിന് പോകുന്നത്. ബാക്കിൽ ആവശ്യത്തിന് കണ്ണികൾ കൊടുത്തിട്ടുണ്ട്. കണ്ണികൾ എക്സ്ട്രാ വേണമെങ്കിൽ നമ്മളോട് അത് പറഞ്ഞാൽ മതി. നമുക്കത് അവൈലബിൾ ആണ്. ഇതാണ് കേട്ടോ ഐറ്റം എന്ന് പറയുന്നത്. അപ്പൊ സെറ്റ് ആയിട്ട് വരുമ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ വരിക. നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പം നമ്മൾ ഒത്തിരി ഐറ്റംസ് ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചു. അപ്പോൾ ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമുക്ക് മെസ്സേജ് ചെയ്യാം. നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഡെലിവറി അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. സമ്മാനം മേടിക്കുക. ഗീവ് അവേ വിന്നർ നിങ്ങൾ തന്നെ ആവട്ടെ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്